കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന സങ്കീർത്തനം 91 അധ്യായം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് തന്നെ വേടൻ്റെ കെണിയിൽ നിന്ന് മാരകമായ മഹാമാരിയിൽ ഞാൻ രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് എന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത എനിക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെ ഞാൻ ഭയപ്പെടത്തില്ല. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ ഞാൻ പേടിക്കത്തില്ല. എൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, എൻ്റെ വലതുവശത്ത് 10,000. എങ്കിലും എനിക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കാണും. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ ഞാൻ വാസമുറപ്പിച്ചു. എനിക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. എൻ്റെ വഴികളിൽ എന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എൻ്റെ പാദം കല്ലിൽ തട്ടായിരിക്കാൻ അവർ എന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെ അണലിയുടെ മേൽ ഞാൻ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും ഞാൻ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്നെ താമാറിയുന്നുണ്ട്, ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം നൽകും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നീ ദിവസം ദൈവം എനിക്ക് തന്ന നന്മകൾക്ക് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്കുള്ളവരെയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുന്നതിന് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമ്മളുടെ എല്ലാവരുടെയും മേലുണ്ടാകുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇത് ഇസ്രായേലാണ്. ഈ ഇസ്രായേലിലൂടെ സഞ്ചരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി കോടാനുകോടി നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.